ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗാണ്. വേറെ ഒന്നല്ല, ഞാനൊരു അയലക്കറി വെക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടാലോ? അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ? അപ്പോൾ ഞാൻ അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. മീൻകറി വെച്ചിട്ടാണ്. മീൻകറി പറയുമ്പോൾ അയിലക്കറി, അയിലയാണ് ചേട്ടൻ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ അയില വറുക്കാനാണ് വാങ്ങിക്കൊടുത്തേക്കുന്നത്. എന്താ വറുക്കുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വറുത്തത് മതി എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തോന്നി മീൻകറി വെച്ചാൽ നമുക്ക് പണി കുറച്ച് എളുപ്പമായിരിക്കും. അപ്പം നാളെ ജോലിക്ക് പോകുമ്പോഴേക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തയക്കാമല്ലോ എന്ന്. അപ്പം ഞാൻ അതിന് കുറച്ച് മീൻ എടുത്തിട്ട് വറുക്കും. തലയും അതിന് ചെറിയ വാലും കഷ്ണമൊക്കെ എടുത്തിട്ട് ഞാൻ മീൻകറി സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കണം. അപ്പോൾ നമുക്ക് മീൻകറി എൻ്റെ രീതിയിൽ ഞാൻ വയ്ക്കുന്ന റെസിപ്പി നമുക്ക് നോക്കിയാലോ? ഞാൻ അയിലക്കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒരു തേങ്ങ അല്ല, ഒരു തേങ്ങയുടെ അരമുറി ഉണ്ടാവില്ലേ, അരമുറിയാണ് ചിരകിയത്. അതൊന്ന് തേജ് വന്നിട്ട് കുറച്ചൊക്കെ എടുത്തുകൊണ്ടേക്ക് കഴിച്ചു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ചിരകിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു കപ്പ് ഉണ്ടായിരിക്കണം, അത്രത്തോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3 തക്കാളി ഉണ്ട്, 4 പച്ചമുളക് ഉണ്ട്, കറിവേപ്പില ഉണ്ട്, ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ചുവന്നുള്ളി ഉണ്ട്, ചെറിയ ഉള്ളി ഇട്ടാം. പിന്നെ ഇതൊന്ന് ഞാനിത് കഷ്ടിച്ച് വറുക്കാളത് അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാനിന്ന് അയിലക്കറി വെക്കാൻ പോകുന്നത്. ഇത്രയും കുറച്ച് മീനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ തേങ്ങയിലേക്ക് ഞാൻ എന്താ പറയുക, ഇതിന്ന് നമ്മുടെ വെളുത്തുള്ളി, ചുവന്നുള്ളി ഇല്ലേ, ചെറിയ ഉള്ളി എന്നല്ല, ഞങ്ങളുടെ ഇവിടെ ചുവന്നുള്ളി ചെറിയ ഉള്ളി എന്നൊക്കെ പറയും. ഞാനൊരു 10 മാക്സിമം 10-12 ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് വറുത്തിടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഉള്ളി എടുക്കുന്നുണ്ട്. ഉള്ളി ഇടുന്തോറും ടേസ്റ്റാണ് ഇത് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഇനി മുളക് പൊടിയാണ്. മുളക് പൊടി ഒരു സ്പൂണ് എരിവ്, ഞാൻ പച്ചമുളക് കുറച്ച് എടുത്തിട്ടുള്ളൂ. എരിവ് കുറവുള്ളവർക്കാണെങ്കിൽ ഒരു 1.5 സ്പൂണൊക്കെ വേണ്ടു. ഞങ്ങളിപ്പോൾ കുറച്ച് കറിയിൽ വയ്ക്കുന്നുള്ളൂ. അതുകൊണ്ട് 1 സ്പൂണ് മുളക് പൊടി അല്ലെങ്കിൽ 1.5 സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇതൊക്കെ കൂടിയിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. തേങ്ങ പേസ്റ്റ് ചെയ്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിക്കാൻ പറഞ്ഞു, പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ ഞാനിത് കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എൻ്റെ കയ്യിൽ മൺചട്ടിയിൽ വെക്കേണ്ടതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ചേട്ടൻ്റെയോടൊക്കെ ആയാലും മൺചട്ടിയിലാണ് വെക്കുക. പക്ഷേ ഞാനിവിടെ മൺചട്ടി വാങ്ങിയിട്ടില്ല. വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് കുറേ നടന്നു, പക്ഷേ തിരക്കിൽ വിട്ടു. അപ്പോൾ എന്തായാലും ഇന്ന് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാങ്ങണം. അപ്പോൾ തൽക്കാലം ഞാനിത് ഈ ഒരു പാനിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ അരച്ച തേങ്ങയില്ലേ, അത് ഫുള്ള് ഇതിലേക്ക് ഇടാൻ പോവാണ്. എന്നിട്ട് കുറച്ച് നമ്മൾ നോർമലി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പാത്രം ക്ലീൻ ആക്കില്ലേ, ആ വെള്ളം ഒക്കെ കൂടിയിട്ട് ഇതിൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇരിക്കുന്ന നമ്മുടെ ഈ തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇടാൻ പോവാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ മീൻ ഇടുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്തായാലും ഇതിലേക്ക് ഇടട്ടെ കേട്ടോ. ഈ വീഡിയോ എടുത്ത് തരാൻ വേറെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിത് നമ്മുടെ കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, സബോള, ഇത് മൊത്തം ഞാനിതിലേക്ക് ഇടാൻ പോവാണ്. ഫുള്ളിട്ടിട്ടുണ്ട്. ഇനി എല്ലാതും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് പറഞ്ഞോളൂ അത് എത്രത്തോളം എടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ അത് ഫുള്ള് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമ്മുടെ ഈ പുളി ഞാൻ പിഴിഞ്ഞിട്ട് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് കുറച്ചും കൂടി സെറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ വാതിൽ ചാരിട്ടിയുടെ സൗണ്ട് കേൾക്കാണ്ട്. അപ്പോൾ ഞാനെല്ലാം ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷമാണ് നമ്മുടെ മീൻ എടുത്തിട്ട് ഞാൻ ഇടുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ ഈ ഗ്യാസിൽ എന്തായാലും നമ്മുടെ മീൻ വറക്കട്ടെ. ഇത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ഞാൻ വറക്കാനുള്ള പരിപാടി നോക്കട്ടെ. അപ്പോൾ വറക്കാനുള്ളത് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഇതിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ജസ്റ്റ് പരട്ടിയിട്ടുള്ളൂ. ചെറുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് ഇതിലിട്ടിട്ട്, അതായത് ചെറുള്ളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഈ മുളകില്ല, ഇതിനെന്താ പറയുക വെച്ചൊക്കെ അറിയില്ല. ഞങ്ങളുടെ ഇവിടെ ഉണക്കമുളക് എന്നാണ് പറയുക. ഈ ഒരു സംഭവം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്നടിച്ചിട്ട് ഇതിൻ്റെ കൂടെ പരട്ടിയിട്ട് വറുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിനൊരു വേറെ ടേസ്റ്റാണ്. പക്ഷേ തേജുവിന് എരിവ് നല്ല കൂടിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി ചെയ്യാത്തത്. അപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ മീൻ വറുക്കാൻ പോകുന്നത്. വേറൊരു ദിവസം ഞാൻ അങ്ങനെ മീൻ വറുക്കണത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് വറുക്കട്ടെ. ഞാൻ മീൻ എന്തൊക്കെ സെറ്റ് ആവുന്നുണ്ട്. നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പതുക്കെ ഇതിലേക്ക് നമ്മുടെ മീനുകൾ എടുത്തേട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ചേട്ടനും അവർ മാത്രമല്ല, അവരുടെ മക്കളൊക്കെ പുറത്തൊക്കെയാണ്. അപ്പോൾ അവരിപ്പോൾ വിളിച്ചിട്ട് പഴുത്ത മാങ്ങാക്കറിയില്ലേ, മാമ്പഴ പുളിശ്ശേരി, ആ സംഭവം അത് കൊടുന്ന് തന്നിട്ടുണ്ട്. അവർ ഭയങ്കര സ്നേഹം കേട്ടോ. സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി അപ്പോൾ വിളിച്ച് ഞങ്ങൾക്ക് ഇവിടെ തേജുള്ളതുകൊണ്ടേ ഞങ്ങളും അതെ ഇവിടെ സ്പെഷ്യൽ. അവരെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് ചേട്ടൻ
മീൻ ഇറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഇല്ലാതെ ഓൺലി വെജാണ്. അപ്പോൾ ചേച്ചിക്ക് മാത്രം കഴിക്കുള്ളൂ. അതുകൊണ്ട് അവരങ്ങനെ നോൺ വെക്കൽ കുറവാണ്, ചേച്ചി മാത്രമല്ല കഴിക്കുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുമ്പോൾ ചേച്ചിക്ക് മാത്രമായിട്ട് കുറച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ മീനും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അവരിതിപ്പോൾ മാമ്പഴ പുളിശ്ശേരി കൊണ്ടു വന്നിട്ടുണ്ട്. പിന്നെ ഇതെന്തായാലും ഇവർക്ക് ഒരുമിച്ചൊന്നാവട്ടെ, മീനും അതാവട്ടെ. മീൻ വേഗമാവും, ഈ ഒരു ട്രിപ്പിലേക്കുള്ളത് തന്നെയുള്ള ഒരുപാട് മീനൊന്നും മറക്കാമല്ലോ ഇത് മീൻ. അപ്പോൾ ഇത് ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇതിവിടെ കിടന്നാവട്ടെ കേട്ടോ. കുറേ പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചോദിച്ചു ചേട്ടൻ എന്താ ജോബ് എന്ന്, എന്താ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ചേട്ടൻ ഇവിടെ പട്ടാമ്പി ബജാജ് ഫിൻസേർവിൽ കളക്ഷൻ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ചേട്ടൻ ക്യാമറയ്ക്ക് വരവ് കുറവാണ്. അപ്പോൾ ചേട്ടൻ ഉണ്ടെന്ന് 1-ാം തീയതിയാണ്, അവർക്ക് 1-ാം തീയതി ലീവായിരിക്കും. എല്ലാ മന്തിലും അവർക്ക് ലീവ് 1-ാം തീയതിയാണ് വരിക. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, ചേട്ടൻ പറയുമോ നോക്കാം എന്താ ജോലി. ക്യാമറയ്ക്ക് മുന്നേ വരെ നല്ല ചടപ്പാണ്, നാണാണ്, ഭയങ്കര ഇതാണ്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് ചോദിച്ചു നോക്കാം, നമുക്ക് ചേട്ടൻ പറയുമല്ലേ നോക്കാം. പറ്റില്ല ഇപ്പൊ പറയും. അതിനിപ്പോ ഇതിനെ വേറെ മേക്കപ്പ് ചെയ്യണ്. ഏത് ഇൻഷാന്റെ ജോലി എന്താന്നാ പറയണ്ടോ, അത് പറഞ്ഞാ മതി. അതിനിപ്പോ കണ്ണാടി നോക്കിയിട്ട് ഇതാവുന്നു വേണ്ട. ഇനി എങ്ങടാ കറണ്ട് പോയി, കുറച്ച് വർക്കിലാണ്. ആ പറയ് വിൻഷാന്റെ ജോലി എന്താ? എന്റെ ജോലി ഞാൻ ബജാജിൽ കളക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യണം. പട്ടാമ്പിയാണ്. വേറെ ഇപ്പൊ മാങ്ങ നുറുക്കാണ് എന്റെ ജോലി. പഠിച്ചു. ജോലി എന്താ? മാങ്ങ തിന്ന. അച്ഛൻ മുറിച്ചെന്ന മാങ്ങ തിന്ന. ആ മണ്ട പലതും പറഞ്ഞു. തേജു എന്താ ഇനി എത്രയല്ല പഠിക്കാൻ പോണു? തേജു മഹർഷിയിലാണ്. ശരി, LKG അല്ല മോളുടെ പ്ലാൻ എന്താ അടുത്തത്? ഇതന്നെ ഇതൊക്കെ തന്നെ. നീ എൻ്റെ അടുത്ത് പ്ലാൻ ചോക്കി. അവൻ ചേട്ടാ കുറച്ച് നന്നായി കളിക്കും. അത് വേണം. അല്ല തേച്ച് നാരങ്ങ വെള്ളം വേണ്ടേ? നാളത്തെ പോലെ നാരങ്ങ വെള്ളം കുടിക്കാം നമുക്ക്. പിന്നെ എന്തിനത് വാങ്ങി വെച്ചേക്കണ്? അപ്പൊ ഞങ്ങൾക്കത് കുടിക്കണ്ടേ? അയ്യോ വാതിലടഞ്ഞു ഗൈസ്, വാതിലടഞ്ഞു. അപ്പം എന്തായി നോക്കട്ടെ കേട്ടോ. ഇതും വെച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ വിൻഷാൻ്റെ കുറേ ചടപ്പൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ക്യാമറയ്ക്ക് വരാനുള്ളത്. ജോലി എന്താണെന്ന് കേട്ടില്ലേ? അപ്പോൾ ക്യാമറയ്ക്ക് മുന്നേ വരാൻ ചടപ്പായിട്ടൊന്നുമല്ല, എന്നേക്കാൾ കൂടുതൽ വീഡിയോസ് മുന്നേ ചെയ്തിരുന്നത് ചേട്ടനാണ്. ടിക്ടോക്കൊക്കെ ഉള്ള ടൈമിൽ ഭയങ്കര ടിക്ടോക്ക് പ്രാന്തനായിരുന്നു, ടിക്ടോക്ക് പ്രമുഖനായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ പ്രാരാബ്ധമായി, വീടായി, കുടുംബമായി. അതുകൊണ്ടാണ്. പിന്നെന്ന് പറയുമ്പോൾ വർക്കിൻ്റെ പ്രഷർ, ഭയങ്കര വർക്ക് പ്രഷറുണ്ട്. ജോബ് ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുത്തിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. ഒരുപാട് ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോബിൽ. അപ്പം അതിൻ്റേതായ സ്ട്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് മെൻ്റലി ഇങ്ങനെ ഇതുണ്ടായിരിക്കില്ല. അപ്പോൾ ഞാനും തേജൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതാക്കിയിട്ടാണ് ഒരു ഇതിൽ പോണത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1-ാം തീയതി എല്ലാ മന്തും ഫസ്റ്റ് മന്തിൽ അവർക്ക് ലീവ് അങ്ങനെയാണ് ഉണ്ടായിരിക്കുക. 1-ാം തീയതി ആയിരിക്കും ലീവ് ഉണ്ടായിരിക്കുക. പിന്നാണൊന്ന് ഫ്രീ ആയിട്ടിരിക്കണ ഡേ. കാരണം ടാർഗറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് അത്ര റിലീഫൊന്നും ആയിട്ടുണ്ടായിരിക്കില്ല, എന്നാലും ഒരു ഫ്രീ മൈൻഡിൽ ഉണ്ടായിരിക്കുക ഒരു 1-ാം തീയതിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ നാളെ തൊട്ടിട്ട് വീണ്ടും വർക്ക് എന്താ പറയുക അടുത്ത ഷെഡ്യൂൾ വെച്ചിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ചേട്ടന് പട്ടാമ്പിയാണ് ജോലി. രാവിലെ 10 മണിക്കേ പോവുള്ളൂ. 10 മണിക്ക് ഓഫീസിൽ കയറുമ്പോൾ 9:45 ആകുമ്പോൾ പോവുള്ളൂ. അപ്പം അങ്ങനെ 5 മണി 5 ആകുമ്പോഴേക്ക് തിരിച്ചു വരും. ഈ ഒരു ടൈമൊക്കെ സെറ്റാണ്. പക്ഷേ ഈ ഒരു വർക്കിൻ്റെ ഒരു പ്രഷറുണ്ട്, അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും ഇതൊക്കെ ഉണ്ടെന്ന് അറിയൂ. അപ്പോൾ ബാക്കി നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പതുക്കെ ഇതുപോലെ പറഞ്ഞു തുടങ്ങാം, കൊണ്ടുവരാം എല്ലാ കാര്യങ്ങളും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഇപ്പോൾ കുറേ പേര് ചോദിച്ചു ചേട്ടൻ എന്താ ജോബ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ എന്തായാലും നോക്കാം. തേജു മച്ചിയും കൂടിയിട്ട് മാങ്ങ മുറിച്ച് എനിക്ക് കൊടുന്നിരുന്നു. ജ്യൂസ് മതിരാ തേജുവോ? ജ്യൂസ് മതിരാ? തേനോ? 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 ആ മതി തേജുവാ, നന്നായി. ജ്യൂസ് വേണം. തേജു പറയാൻ പോയിട്ടുണ്ട് ഗായ്സ്. തേജു അടിയിട്ടുട്ടാ, ഫോൺ അടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീണ്ടും
നന്നാരി കലക്കാണ്. എന്തോ തേജുവിന് അടി കിട്ടി ഗൈസ്. തേജ് പിണങ്ങി. വിൻഷാൻ്റെ ഫോൺ അടിച്ചപ്പോൾ പോയി തോണ്ടിയതാണൊന്ന്. അതിൻ്റെ 2 എണ്ണം പൊട്ടിയിട്ടുണ്ട്. തേജുവാ 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 അമ്മോട് പറയും എന്താ പറ്റി, എന്താ പറ്റി? എവിടെ തല്ലി? പിണങ്ങി. തേജുവിന് അച്ഛനെ അടി കിട്ടി. നോക്ക് പിണങ്ങി കരയ കരയ. നമ്മുടെ കുട്ടി കരയ. നോക്കട്ടെ കരയ. പാവട്ടോ അതിന് അടി കിട്ടി. ചെറിയ കുറുമ്പൊന്നല്ലേ, അപ്പം പിന്നെ കിട്ടിയില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ. വേദനിച്ചോ? ആര് കരിഞ്ഞതോ? അത് കരിഞ്ഞതല്ലടാ, അത് അപ്പുറത്തെ വീട്ടിലെ അമ്മമ്മ തന്നതാട്ടോ. കൊള്ളി അത് കൊള്ളി വാട്ടിയിട്ടൊക്കെ വറക്കണ്ട തോന്നണു. എന്താ ഇപ്പം എന്തേലും കിട്ടുമ്പോഴേക്കും വായിലിട്ടോക്കടാ. നമുക്ക് അച്ഛൻ വെള്ളം കലക്കുണ്ട്. വേഗം അല്ലെങ്കിൽ ഒക്കെ ഇപ്പം കുടിച്ച് തീർക്കും. വേഗം വാ വേക്കുമ്പോ ഓർഡറാ. അച്ഛൻ്റെ അമ്മേ ആ കുടിക്കണ തേജു. അടക്കേ അടക്കേ. തേജു ചേഴ്സ്. അങ്ങനെ കളിക്കട്ടെ. ഞാൻ മീൻ വറുത്തത് ഒരു ചെറിയ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഇവിടെ മീൻകറി ആയിക്കൊണ്ടിരിക്കുന്നത്. ആയിക്കണു. ഞാൻ നല്ല ഒന്നും കൂടി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ അത് അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുള്ളി വെളിച്ചെണ്ണയിൽ ഇത് ഒന്നിങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇത് വാടിക്കഴിഞ്ഞൊരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളർ ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം ഞാനിത് ഈ കറിവേപ്പില അതിലേക്കൊന്ന് ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ അത് അതിലേക്കിട്ട് സെറ്റായി. അപ്പോൾ ഏകദേശം കറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പാത്രത്തേക്കൊക്കെ മാറ്റിയിട്ട് കാണാം. ഇത് ഈ ഒരു പരുവാക്കിയിട്ടുണ്ട്. ഞാൻ വല്ലാണ്ട് കരിയിച്ചിട്ടില്ല. എനിക്ക് വല്ലാണ്ട് കരിയിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനിതിങ്ങനെ ആക്കിയിട്ടത് മീൻകറി ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആക്കാൻ പോവുകയാണ്. പാത്രത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. ഇതിരുന്ന് ഒന്നും കൂടി മറ്റും തോന്നുന്നു. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചല്ലെങ്കിൽ പുളി പിഴിഞ്ഞ് ഒഴിക്കുക എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. അതേ ചോറ് ഞാൻ രാവിലെ തന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ മീൻ കൊടുന്നത്. അപ്പം അതേ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അതുകൂടി കഴുകി കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുക, കുറച്ച് നേരം കിടക്കുക, പിന്നെ വൈകിട്ടുന്ന പരിപാടി. ചേച്ചിയോ ഈ കഴിക്കായിരുന്നേ? ഇനി ഒന്നുമില്ല, ഇനി കഴിച്ചോ? ആ ഇനി കഴിച്ചാ മതി. കഴിക്കേ കൂട്ടാൻ നീ കഴിക്കേ. ആ ഉണങ്ങി കടിക്കേ. നീ കഴിക്കടാ. ടേസ്റ്റ് നോക്കിട്ട് പറ ചേച്ചി എങ്ങനെ ഉണ്ട്. എന്നാ കഴിക്കേ. നീ കഴിച്ചോക്ക്. കുട്ടി പറയട്ടെ. തേജു എങ്ങനെ ഉണ്ടാ? കറി കൂട്ടി കഴിച്ചോക്ക്. ചപ്പാത്തിക്കോ? ഇന്ന് വേഗം കഴിച്ചു നോക്കുവോ? ഇനി ഒന്നുമില്ല, നീ അതൊന്ന് കഴിച്ചു നോക്ക് കറി കൂട്ടിയിട്ട്. ഈശ്വര കഴിക്കുക. LKG പോയി തന്നെ കഴിക്കേണ്ട ആളാട്ടാ. ഇതെന്താ ആദ്യം ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ട്?
കറി കൂട്ടിയിട്ട് ഫുള്ള് ചോറ് കഴിക്കണം കേട്ടോ. അമ്മ തരില്ല, തന്നെ കഴിക്കും മോനെ. ഞാൻ കുറച്ചുകൂടി നീക്കിട്ട് തരാം. ആ കഴിച്ചോ, അടുത്തേക്ക് നീക്കിട്ടാ. ഞാൻ കഴിക്കട്ടെ എന്നാ തേച്ചോ ചേച്ചോ. കറി കൂട്ടി അങ്ങനെ ഞങ്ങളിത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതേ ടി വി കണ്ട് കിടക്കുകയാണ്. സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ കിടന്നു. അപ്പോൾ വീഡിയോ ഇത്ര തന്നെയല്ലേ ഉള്ളൂ. ജസ്റ്റ് ഇതേ കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണ്ടൻ്റൊന്നും എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും വരാം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.